ഗൈസ് രാവിലെ എണീറ്റപ്പോഴാണ് പുറത്തോട്ട് നോക്കിയപ്പോൾ കൊടൈക്കനാൽ പോലെ കിടക്കുന്നു ഗൈസ് നമ്മുടെ ഈ തിരുവനന്തപുരം. നല്ല രസമുണ്ട്. ആ എന്ന് വെച്ചാൽ നമ്മളവിടെ കുറച്ച് പുകയുണ്ട്, അത് വീഡിയോയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ദൂരോട്ട് സൂം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കാണാൻ പറ്റാത്തൊരു കണ്ട അവിടെയൊക്കെ ഒരു മഞ്ഞ് മൂടിയ ഒരു നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാൻ ഇവിടെ രാവിലെ അങ്ങനെ എണീക്കാത്തതായിരിക്കും കാണാത്തത്. ഇന്നാണ് ഞാൻ അത് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല മഞ്ഞൊക്കെ മൂടി. അപ്പം ഇത് നമുക്ക് എവിടെ പോകണം? കോളേജിൽ പോകണം. അതുകൊണ്ടാണ് രാവിലെ എണീറ്റത്. ഫൈനലി ഐ അറൈവ്ഡ് കോളേജ്. എല്ലാവരും ഭാഗികമായി എന്തോ ചർച്ചയിലാണ്. ചർച്ച എന്ന് വെച്ചാൽ ഇന്ന് എന്തൊരു പ്രോഗ്രാമുണ്ട്, അത് ഞങ്ങൾക്കുണ്ടോ മുസ്ലിംസിന് മാത്രമാണോ അങ്ങനെ എന്തൊക്കെയോ ഒരു ചർച്ചയിലായിരുന്നു നമ്മൾ. ഫൈനലി ആരൊക്കെ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു, നമുക്കും ക്ലാസ് ഉണ്ട്, നമ്മളെല്ലാവരും പോകണം, ഇന്ന് ഫ്രീ പീരീഡ് ആണ്, ഇന്ന് ഫുൾ ക്ലാസ്സിൽ കയറണ്ട, അങ്ങനെയൊക്കെ എന്തിനാണ് പറഞ്ഞത്. ഇതാണ് ഗൈസ് പ്രോഗ്രാം, പാത്ത് വേ സോഷ്യൽ ലൈഫ് വെൽനസ്. അങ്ങനെ എന്തോ പ്രോഗ്രാമാണ്, 3 ദിവസത്തെ പ്രോഗ്രാമാണ്. 3 ദിവസവും നമ്മൾ ആ പ്രോഗ്രാമിന് വരണം, പ്രോഗ്രാമിന് വന്നിരിക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു ഗൈസ് ഭയങ്കര മൊണ്ടിയായിരിക്കും, കൊള്ളൂല എന്നൊക്കെ വിചാരിച്ചു. പോസ്റ്റ് അടിക്കും ഇങ്ങനത്തെ ഇതിനൊക്കെ എനിക്കങ്ങനെ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾക്ക് ചായ ഇതൊക്കെ തന്ന് അത് കഴിഞ്ഞ് ഈ സാറായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്. അയ്യോ പേര് ഞാൻ മറന്നുപോയില്ലെങ്കിൽ, റഫീഖ് സാറായിരുന്നു ഫസ്റ്റ് നമുക്ക് ഉച്ച വരെയുള്ള ക്ലാസ്. നൈസായിരുന്നു, ഒരു പോസ്റ്റ് അടിയോ ഒന്നുമില്ല. മാരേജിനെ കുറിച്ചും ആഫ്റ്റർ മാരേജ് ബിഫോർ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ക്ലാസ് ആയിരുന്നു. നൈസായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ ആയിരുന്നു, ഒരു എന്താ ഉറക്കേ ഒന്നും ചെയ്യാതെ നല്ല ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് ഊക്കായിരുന്നു, എനിക്കിന്ന് ഊക്കായിരുന്നു. അങ്ങനെ നല്ല വൈബ് ക്ലാസ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇത് മിസ് ചെയ്തവരൊക്കെ കുറേ പേര് മിസ് ചെയ്ത് ഗൈസ്. സീരിയലും ഓരോ സിനിമയുടെയൊക്കെ പാർട്ടൊക്കെ ഇട്ട് സാർ കാണിച്ചത് ഇങ്ങനെയാണ് മാരേജ് ലൈഫൊക്കെ പോകുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സാറ് പറയും. എന്നാലും നല്ല വൈബായിരുന്നു സാറിൻ്റെ ക്ലാസ്. നമുക്ക് പെട്ടെന്ന് തീർന്നു പോലെ തോന്നി. എന്ന് വെച്ചാൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ബോറടിക്കും, പക്ഷെ ഈ ഒരു ക്ലാസ് എനിക്ക് നന്നായിട്ട് മിസ് ചെയ്ത്. എന്ന് വെച്ചാൽ ഇനി ഇത് കിട്ടൂലല്ലോ, തീർന്നല്ലോ എന്നൊരു ഇതിലായിരുന്നു നമ്മളെല്ലാവരും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാരേജിൽ എന്തൊക്കെയാണ് ഇത് മാരേജ് കൊണ്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു ക്ലാസ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ടോക്കൺ തന്നു ഗൈസ്. ഞങ്ങൾ എന്തുവാ നമ്മുടെ അടുത്ത് പറഞ്ഞ് ചിക്കൻ ബിരിയാണി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ബിരിയാണിയാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണ് ഗൈസ്. ചുമ്മാ പറ്റിക്കണായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഞങ്ങളവിടെ അങ്ങനെ ക്യാൻറ്റീനിൽ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ബിരിയാണിയല്ലേ, അപ്പം ബിരിയാണി ഇപ്പം കിട്ടുമെന്ന് ആലോചിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. കിട്ടുമോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചിരിച്ച് ഉല്ലസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ക്ലാസ്സിൽ കയറിയില്ലെന്നുള്ളത് ഒരു സന്തോഷം. ഫൈനലി അറൈവ്ഡ് ഗൈസ്.